അള്ളാഹു സുബ്ഹാനഹു വ തആല നിരവധി ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന ഒരു സമയത്തിലാണ് നാം ഉള്ളത്. പരിശുദ്ധമായ റമദാനിലെ ലൈലത്തുൽ ഖദറിന്റെ മഹത്വവും ശ്രേഷ്ഠതയൊക്കെ ഉള്ളതുപോലെ തന്നെ ധാരാളം ആളുകളെ നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് മാറ്റുന്ന സമയം, ധാരാളം അനുഗ്രഹങ്ങളും ഐശ്വര്യങ്ങളും അള്ളാഹു ഇറക്കുന്ന സമയം. ഈ ഒരു വർഷം മുഴുവൻ ജീവിക്കാൻ ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും റബ്ബ് തരുന്നൊരു സമയത്തിലാണ് നാം ഉള്ളത്. അതുകൊണ്ട് ഈ സമയത്തിൻ്റെ പുണ്യവും മഹത്വവും കണക്കിലാക്കി നമ്മൾ സാധാരണ നമ്മൾ നാടുകളിലൊക്കെ ചെയ്യുന്നത് പോലെ മഗ്‌രിബിന് ശേഷം 3 യാസീൻ ഓതുക. നമ്മുടെയൊക്കെ ദർസിലെ സ്ഥാപനങ്ങളിലൊക്കെ അസറിന് ശേഷം 3 യാസീൻ ഓതും. പരിസരങ്ങളിലുള്ള ആളുകളൊക്കെ വരും, പങ്കെടുക്കും. മഗ്‌രിബിന് ശേഷം വീട്ടിൽ പോയിരുന്ന് 3 യാസീൻ ഓതും. ഈ യാസീൻ ഓതൽ കൊണ്ട് അല്ലാഹു തആല വലിയ ബറക്കത്ത് നമുക്ക് തരും. ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും തരും. നമ്മുടെ ഭക്ഷണത്തിലും നമ്മുടെ വിഭവങ്ങളിലും നമുക്ക് അല്ലാഹു തന്ന എല്ലാ അനുഗ്രഹങ്ങളിലും ധാരാളം ഐശ്വര്യവും ബറക്കത്തും റബ്ബ് തരും. ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, നമുക്ക് അന്ത്യം നന്നാവാൻ പറ്റും. ഇപ്പോൾ പല മരണങ്ങളും അപകടങ്ങളൊക്കെ നാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു തആല മരിക്കുന്ന സമയത്ത് പരിപൂർണ്ണ ഈമാനോടുകൂടി, കാമിലായി ഈമാനോടുകൂടി മരിക്കാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. നമ്മുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി ഒരാളുടെ മുന്നിലും പോയി കൈനീട്ടേണ്ട ഒരു സാഹചര്യമോ അവസ്ഥയോ ഇല്ലാതിരിക്കുമാറാവട്ടെ. ഇതെല്ലാം ലഭിക്കണമെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന്, മദ്യപാനവും ലഹരിയൊക്കെ ഇന്ന് വ്യാപകമാകുന്ന കാലമാണ്. മദ്യപാനവും ലഹരിയൊക്കെ ഇങ്ങനെ ഉപയോഗിച്ച് ആണും പെണ്ണൊക്കെ ലഹരിയൊക്കെ ഉപയോഗിക്കുന്നതിന് ഒരു മാനദണ്ഡവും ഇല്ലാതായിരിക്കുക. എല്ലാവരും പല സ്ഥലങ്ങളിൽ നിന്നും ചെറുപ്പക്കാരായ കുട്ടികൾ പഠിക്കാൻ വേണ്ടി പല സംസ്ഥാനങ്ങളിലും പല നാടുകളിലേക്കും വിട്ട ആൺകുട്ടികളും പെൺകുട്ടികളും വരെ സ്ഥിരമായി ലഹരി ഉപയോഗിക്കുന്ന അവസ്ഥയിലേക്ക്, അത് ഉന്നത തലങ്ങളിൽ പഠിക്കുന്നത് വരെ അത് ലഹരി സ്ഥിരമായി ഉപയോഗിക്കുന്ന അവസ്ഥയിലേക്കൊക്കെ മാറുകയാണ്. അങ്ങനെ ഉള്ളവരുണ്ടെങ്കിൽ ഇന്ന് തൗബ ചെയ്തുകൊണ്ട് അതിൽ നിന്ന് മാറിയാൽ അള്ളാഹുവിൻ്റെ ഈ അനുഗ്രഹം ലഭിക്കും. മറ്റൊരു വിഭാഗം, നെരിയാണിക്ക് താഴെ വസ്ത്രം ഇങ്ങനെ അഹങ്കാരത്തോടെ വലിച്ചഴച്ച് നടക്കുന്നൊരു വിഭാഗം. അവർക്കും ഈ ബറാഅത്ത് രാവിൻ്റെ മഹത്വവും ശ്രേഷ്ഠതയും കിട്ടുകയില്ലെന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആരെങ്കിലും അങ്ങനെ നടക്കുന്നവരുണ്ടെങ്കിൽ ആ നെരിയാണിക്ക് താഴെ വസ്ത്രം വലിച്ചഴിച്ചിട്ട് നടക്കുന്ന ആ രീതി അവസാനിപ്പിക്കണം. കാരണം ബറാഅത്തിൻ്റെ ഒരു ഗുണവും ഫലവും അവന് ലഭിക്കുകയില്ല. മറ്റൊരു വിഭാഗം, മാതാപിതാക്കളെ വളരെയേറെ പ്രയാസപ്പെടുത്തുന്നവരുണ്ട്. വാപ്പായോട് ഉമ്മയോട് വളരെ മോശമായി പെരുമാറുന്നവർ, പരുഷമായി പെരുമാറുന്നവർ, അവരെ വേണ്ട രൂപത്തിൽ നോക്കാത്തവർ. എത്രയോ ആളുകൾ വളരെ സങ്കടം പറഞ്ഞ്, ഇവിടെ ദിവസവും നമ്മുടെ സ്ഥാപനത്തിലേക്ക് ദിവസം എത്ര ആളുകളാണ് വരുന്നത്, വിളിക്കുന്നത്, പല ആവശ്യങ്ങളും പറഞ്ഞ് വിളിക്കുമ്പം അതിൽ കുറേ വിളി വരുന്നത് പ്രായമുള്ള വാപ്പമാരും ഉമ്മമാരാണ്. എൻ്റെ മകൻ നോക്കുന്നില്ല, എൻ്റെ മക്കൾ എന്നെ പരിഗണിക്കുന്നില്ല. വീട്ടിൽ നിന്ന് ഇറക്കി വിടുകയാണ്. എന്നിട്ട് മകളുടെ വീട്ടിലൊക്കെ പോയി മരുമകൻ്റെ ഔദാര്യത്തോട് കഴിയേണ്ടവരാണോ നിങ്ങളുടെ വാപ്പ ഉമ്മ? ഓരോരുത്തരും ആലോചിക്കും. അപ്പോൾ വാപ്പാനെ ശരിക്കും നോക്കണ്ടേ, ഉമ്മയെ ശരിക്കും പരിഗണിക്കണ്ടേ? നിങ്ങൾ ഈ ഭൂമിയിലേക്ക് സമ്മാനിച്ചവരല്ലേ പ്രിയപ്പെട്ട ഉമ്മമാർ? നിങ്ങൾക്ക് ജന്മം നൽകാൻ കാരണക്കാരല്ലേ പ്രിയപ്പെട്ട വാപ്പമാർ? ആ വാപ്പന്മാരെ വേദനിപ്പിച്ചാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് ചെറുതൊന്നുമല്ല. അങ്ങനെയുള്ളവർക്ക് ഈ ലോകത്ത് ചെറിയ ചില സൗകര്യങ്ങളും സ്വസ്ഥതയൊക്കെ സമാധാനം കിട്ടുമെന്ന് നിങ്ങൾ ധരിച്ചാലും നിങ്ങൾക്ക് ഇതിലേറെ വലിയ പരീക്ഷണങ്ങളും പ്രയാസങ്ങളും അടുത്ത ദിവസങ്ങളിൽ നിങ്ങൾ നേരിടാൻ പോവാണ്. അതുകൊണ്ട് മാതാപിതാക്കളുടെ കണ്ണീരൊരിക്കലും വരുത്താനോ വീഴ്ത്താനോ ശ്രമിക്കരുത്. അതുകൊണ്ട് മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, വാപ്പയോട് കയർത്ത് സംസാരിക്കുന്നവർ, ഉമ്മയോട് കയർത്ത് സംസാരിക്കുന്നവർ, വാപ്പായോട് ഉമ്മയും തല്ലാൻ വേണ്ടി കൈ ഓങ്ങുന്നവർ, എന്തിനധികം വാപ്പാനെ ഉമ്മയെ സ്ഥിരമായി മർദ്ദിക്കുന്നവർ, അടിച്ച് ഉമ്മയെ കൊന്നില്ലേ, അടിച്ച് വാപ്പയെ വകവരുത്തിയില്ലേ, എന്നിട്ട് പറയുന്നു എന്നെ ജന്മം തന്നതിനുള്ള പ്രതികാരം ഞാൻ തീർത്തു എന്ന് അഹങ്കാരത്തോടുകൂടി ലഹരി ഉപയോഗിച്ചിട്ടോ മറ്റോ പറയുന്ന മക്കളുടെ വർത്തമാനങ്ങളും അവരുടെ ചെയ്തികളും നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ കണ്ടില്ലേ? അങ്ങനെ ആരെങ്കിലും മാതാപിതാക്കളെ അറിഞ്ഞോ അറിയാതെയോ വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ സംസാരം കൊണ്ടോ വെറുപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് വിളിച്ച് ഉപ്പാ പൊറുക്കണേ, ഉമ്മാ പൊറുക്കണേ. ആ വാപ്പയും ഉമ്മയും ഒന്ന് സ്നേഹത്തോടെ അണച്ചു പിടിച്ചാൽ വാപ്പ പൊറുക്കും, ഉമ്മ പൊറുക്കും. അല്ലാഹു തആല നമ്മുടെ മാതാപിതാക്കൾക്ക് ആഫിയത്ത് കൊടുക്കട്ടെ, ദീർഘായുസ്സ് കൊടുക്കട്ടെ, അവരുടെ പൊരുത്തം നമുക്ക് തന്ന് അനുഗ്രഹിക്കട്ടെ. അങ്ങനെ മാതാപിതാക്കൾ ആരെങ്കിലും ബുദ്ധിമുട്ടിച്ചവരുണ്ടെങ്കിൽ അവർ ക്ഷമ ചോദിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസം ആ തെറ്റിൽ നിന്ന് മാറിയാൽ ഈ വർഷം മുഴുവൻ അല്ലാഹു നമുക്ക് ബറക്കത്ത് ചെയ്യും. സമ്പത്തിൽ ബർക്കത്ത് ചെയ്യും, കുടുംബത്തിൽ ബർക്കത്ത് ചെയ്യും, നമുക്ക് നല്ല ആരോഗ്യം തരും. ചില പെണ്ണുങ്ങളുണ്ട്, ചില മരുമക്കളുണ്ട്, സ്വന്തം വാപ്പാക്ക് ഒരു വെള്ളം കൊടുക്കാനോ ഭക്ഷണം കൊടുക്കാനോ നല്ല രൂപത്തിൽ വാപ്പയോട് ഉമ്മയോട് പെരുമാറാൻ ഈ മരുമകൾ സമ്മതിക്കുന്നില്ല. അങ്ങനെയുള്ള പെണ്ണുങ്ങൾ വളരെ കരുതിയിരിക്കണം. നിങ്ങൾക്ക് അല്ലാഹു തആല വലിയ പരീക്ഷണവും വലിയ ബുദ്ധിമുട്ടും തരികയാണ്. ഇപ്പം നിങ്ങൾ വിചാരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താവും നിങ്ങളുടെ മക്കളും നല്ല സന്തോഷത്തിൽ ജീവിക്കാൻ, പക്ഷേ ഈ ഭർത്താവ് നിങ്ങളെ ഒഴിവാക്കുന്നൊരു കാലം വരും.
മക്കൾ നിങ്ങളെ ചീത്ത പറയുന്ന, മക്കൾ നിങ്ങളെ വളരെ പ്രയാസപ്പെടുത്തുന്ന ഒരു അവസ്ഥ നിങ്ങൾക്ക് തൊട്ടടുത്ത ദിവസങ്ങളിൽ വരും. നിങ്ങൾക്ക് ജീവിതത്തിൽ വലിയ പരീക്ഷണങ്ങളും പ്രയാസങ്ങളും പല രോഗങ്ങളും വരാൻ ഇത് കാരണമാവും. സാമ്പത്തികമായി നിങ്ങൾ ധാരാളം പൈസ അവിടെ നിന്നൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, പക്ഷേ എത്ര ഉണ്ടാക്കിയാലും മറ്റൊരു വഴിയിലൂടെ അത് പോകാൻ കാരണമാവും മാതാപിതാക്കളെ ബുദ്ധിമുട്ടിച്ച്. അതുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട ഉപ്പ ഉമ്മ അവരെ നന്നായി സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും അവരുടെ സന്തോഷത്തിന് വേണ്ടി പെരുമാറുകയും ചെയ്യാൻ നമുക്ക് കഴിയണം. ഇപ്പോൾ ലോകത്തൊക്കെ എത്രയോ ആളുകൾ വലിയ സമ്പന്നരായവരും വലിയ വലിയ നിലകളിലൊക്കെ എത്തിയവർ അവർ പറയുന്നത് എൻ്റെ വാപ്പയാണ് ഇതിന് കാരണം, എൻ്റെ ഉമ്മയുടെ പ്രാർത്ഥനയാണ് എൻ്റെ ഈ സ്ഥാനത്തിന് കാരണം. ഇപ്പോൾ എം എ യൂസഫ് അലിയൊക്കെ പലപ്പോഴും ഉമ്മയെക്കുറിച്ച് പറയുന്ന സമയത്ത് കണ്ണു നിറഞ്ഞാണ് പറയുന്നത്. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾ നന്നായി പരിഗണിക്കണം. ഇനി മരണപ്പെട്ട വാപ്പയുണ്ട്, ആ വാപ്പാക്ക് വേണ്ടി ദിക്ർ ചെല്ലാത്തവരുണ്ട്, ഖുർആൻ ഓതാത്തവരുണ്ട്, അവരുടെ പരലോക വിജയത്തിന് വേണ്ടി ഒന്നും ചെയ്യാത്തവരുണ്ട്. നിങ്ങൾ നിങ്ങളുടെ മക്കളുടെ മുന്നിൽ വെച്ച്, ഭാര്യയുടെ മുന്നിൽ വെച്ച് അവർക്ക് വേണ്ടി ദിക്റും ദുആയൊക്കെ ചെയ്ത് ശീലിപ്പിക്കണം. ആ രൂപത്തിൽ നമ്മൾ അവരെ പരിശീലിപ്പിക്കുമ്പോൾ ഒരു ദിവസം നമ്മളും മരിച്ച് കബറിൽ കിടക്കുമ്പോൾ നമുക്കും കബറിലേക്ക് അറിയാതെ ദിക്റും സ്വലാത്തും ഖുർആനും ദുആയൊക്കെ വരാൻ ഇത് കാരണമാണ്. അതുകൊണ്ട് വളരെ ഗൗരവത്തോടു കൂടി ഈ കാര്യം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അപ്പം മാതാപിതാക്കളുടെ ഗുരുത്വവും പൊരുത്തവും ലഭിച്ചാൽ അവർക്ക്, മാതാപിതാക്കളുടെ ഗുരുത്വവും പൊരുത്തവും ലഭിച്ചവർക്ക് എല്ലാ മേഖലയിലും അല്ലാഹു ഉയർച്ച തരും, പുരോഗതി തരും. ഈ ബറാഅത്തിൻ്റെ ബറക്കത്തുള്ള ദിവസം ബറക്കത്ത് നഷ്ടപ്പെടുന്ന ഒരു വിഭാഗമാണ് മാതാപിതാക്കളെ പ്രയാസപ്പെടുത്തുന്നവർ. മറ്റൊരു വിഭാഗമാണ് കുടുംബബന്ധം മുറിച്ചവർ. വാപ്പയും ഉമ്മയും തമ്മിൽ തെറ്റിക്കഴിയുന്നുണ്ട്, ഭാര്യയും ഭർത്താവും തെറ്റിക്കഴിയുന്നുണ്ട്, മക്കളും മാതാപിതാക്കളും തെറ്റിക്കഴിയുന്നുണ്ട്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കുടുംബങ്ങളിൽ ചില പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, സഹോദരിമാരും സഹോദരങ്ങളും ഇതിനു വേണ്ടി തന്നെ പണിയെടുക്കുന്നവരുണ്ട്. അവർക്ക് ആരും തമ്മിൽ സന്തോഷമായിട്ട് കഴിയുന്ന ഇഷ്ടമില്ല. അവിടെയൊക്കെ പോയി എവിടെയൊക്കെ പ്രശ്നം ഉണ്ടാക്കാൻ പറ്റുന്നോ അവിടെയൊക്കെ പോയി പ്രശ്നം ഉണ്ടാക്കുന്ന പരിപാടി. അങ്ങനെ ആരെങ്കിലും അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളൊരു ചെറിയൊരു വാക്കായിരിക്കും, ഒന്ന് ശ്രദ്ധിച്ചോണേ അവളെ, അല്ലെങ്കിൽ ഈ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ മൊത്തം വിളിച്ച് പറയാം അങ്ങോട്ട്, അവിടെ നടക്കുന്ന കാര്യങ്ങൾ മൊത്തം വിളിച്ച് അപ്പുറത്തേക്ക് പറയാം. അങ്ങനെ ഗ്രൂപ്പിലുള്ള വിഷയങ്ങൾ വാട്സപ്പിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മെസ്സേജ് അങ്ങോട്ട് ഫോർവേഡ് ചെയ്യുന്നു, ഇവരിങ്ങോട്ട് ഫോർവേഡ് ചെയ്യുന്നു, വീട്ടിൽ നിന്ന് വിളിക്കുക. എന്തെങ്കിലും സംസാരത്തിൻ്റെ ഇടയ്ക്ക് ഞാൻ കഴിഞ്ഞ ദിവസം കല്യാണത്തിന് ഇപ്പോൾ അവരുടെ വീട്ടിൽ പാപ്പാനും ഉമ്മാനൊന്നും ശരിക്കും നോക്കുന്നില്ല എന്തെങ്കിലും തമാശയ്ക്കോ അല്ലെങ്കിൽ പറഞ്ഞിട്ടുണ്ടോ, പറഞ്ഞത് റെക്കോർഡ് ചെയ്തിട്ട് പതുക്കെ അവർക്ക് ഇട്ട് കൊടുക്കും, അതെ എന്നെക്കുറിച്ച് അവർ പറഞ്ഞ കണ്ടോ. ഈ രൂപത്തിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ചില ആളുകളുണ്ട്. കുടുംബബന്ധം മുറിക്കുന്നവരുണ്ട്. വാപ്പാനെ പരിഗണിക്കാത്തവർ, സഹോദരങ്ങളെ പരിഗണിക്കാത്തവർ, സഹോദരിമാരെ പരിഗണിക്കാത്തവർ, നാത്തുമാരെ പരിഗണിക്കാത്തവർ. ചില പെണ്ണുങ്ങൾക്ക് അവരിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ആകെ ഭർത്താവും മക്കളും മാത്രം മതി. ഇവനാക്കിയ ഇവൻ്റെ വാപ്പയുണ്ട് ഉമ്മയുണ്ട് അവരെ വേണ്ട. ഇയാൾക്ക് ഇത്രത്തോളം ഉയർച്ചയിലേക്ക് എത്താൻ കാരണക്കാരായ സഹോദരങ്ങളുണ്ട്. അവർ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് എത്രയോ കിലോമീറ്ററുകൾ നടന്ന് അധ്വാനിച്ച് പണിയെടുത്ത് മകനെ, അനിയനെ, സഹോദരനെ പഠിപ്പിച്ച് അവൻ്റെ നല്ലൊരു ജോലിയും കാര്യക്കായപ്പം അവൻ കല്യാണം കഴിച്ചപ്പോഴത്തേക്കും പിന്നെ ഇത്രയും കഷ്ടപ്പെട്ട് ഇവൻ ഈ സ്ഥാനത്തേക്ക് വരാൻ കാരണക്കാരായ സഹോദരങ്ങളെ വേണ്ടെന്ന് പറയാണ് ഈ മരുമോള്, അല്ലെങ്കിൽ ഇവൻ്റെ ഭാര്യ വന്നിട്ട് പറയാണ്, അല്ലെങ്കിൽ വാപ്പാനെ പരിഗണിക്കണ്ടെന്ന് പറയാം, ഉമ്മാനെ പരിഗണിക്കണ്ടെന്ന് പറയാം. അങ്ങനെയൊക്കെ കുടുംബ ബന്ധങ്ങൾ മുറിക്കുന്നവരുണ്ടോ? കുടുംബങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരുണ്ടോ? ഭർത്താവിൻ്റെ ആളുകളോട് മിണ്ടണ്ടെന്ന് പറയുന്ന ഭാര്യമാരുണ്ടോ? ഭാര്യയുടെ കുടുംബക്കാരോട് മിണ്ടണ്ടെന്ന് പറയുന്ന ഭർത്താവുണ്ടോ? സഹകരിക്കണ്ടെന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ? ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ, കുടുംബ ബന്ധങ്ങൾ മുറിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് വലിയ ഈ അനുഗ്രഹങ്ങളും അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രത്യേകമായ പരിഗണനയും നഷ്ടപ്പെടും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അപ്പം നമ്മുടെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒരാൾക്കും ഒരു ദോഷം ഉണ്ടാകാൻ പാടില്ല. അള്ളാഹു താൻ നമ്മളെല്ലാം കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇനി പരസ്പര ശത്രുത വെക്കുക, എല്ലാവരോടും കലിപ്പ്, ദേഷ്യം, അസൂയ, വെറുപ്പ്, വിദ്വേഷം, ഇന്നയാളെന്നില്ല, അയൽവാസികളോട്, കൂട്ടുകാരോട്, കുടുംബക്കാരോട്, ബന്ധുക്കാരോട്. ആരെങ്കിലും ഒന്ന് ഉയർന്ന് സന്തോഷമായി നല്ലൊരു ഡ്രസ്സ് ഇട്ട് നടന്നാൽ നമുക്ക് സഹിക്കാൻ പറ്റാത്ത അവസ്ഥയുള്ളവരുണ്ടോ? നല്ല ഡ്രസ്സ് ഇട്ട് നടക്കുന്നത് ഇഷ്ടമില്ല. അയൽവാസിയുടെ വീടൊന്ന് പെയിൻ്റ് അടിച്ചാൽ തന്നെ പ്രശ്നം. അവനൊരു വണ്ടിയെ പോയാൽ ബുദ്ധിമുട്ട്, അവനൊരു സ്വന്തമായ വാഹനം എടുത്താൽ ബുദ്ധിമുട്ട് അല്ലേ? അവരുടെ വീട്ടിൽ നിന്ന് നല്ലൊരു ഭക്ഷണത്തിൻ്റെ സ്മെല്ല് പുറത്തേക്ക് അടിച്ചു വന്നാൽ ഇവിടെ ഇരിക്കുന്നവർക്ക് ബുദ്ധിമുട്ട്. അവരുടെ വീട്ടിലേക്ക് 2-3 പേര് ബന്ധുക്കാരും കുടുംബങ്ങളൊക്കെ വന്ന് ഇങ്ങനെ നോക്കിയിരിക്കുക, എന്ത് പണി ഒപ്പിക്കാമെന്ന്. ഈ രൂപത്തിലൊക്കെ പരസ്പരം ശത്രുതയും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടാക്കുന്നവരുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ഇന്ന് നമുക്ക് ഇറങ്ങുന്ന ദിവസത്തിൽ ബറാഅത്തിൻ്റെ ഒരു ബറക്കത്ത് അവന് ലഭിക്കുകയില്ല. ബറാഅത്തിൻ്റെ ബറക്കത്ത് ലഭിക്കാത്തൊരു വിഭാഗം പരസ്പരം ശത്രുത വെക്കുന്നവരാണ്. അതിപ്പോൾ നമുക്ക് ഓരോരുത്തർക്ക് അവരുടെ മേഖലയിലുള്ളവരോടായിരിക്കും ശത്രുത കൂടുതൽ. ഒരു വണ്ടി ഓടിക്കുന്നവരും മറ്റേ വണ്ടി ഓടിക്കുന്നവരെ കണ്ടുകൊടുക്കും
അല്ലേ? ഒരു കച്ചവടക്കാരന് മറ്റേ കച്ചവടക്കാരനെ കണ്ടുകൂടാ, ഒരു ഡോക്ടർക്ക് മറ്റു ഡോക്ടറെ കണ്ടുകൂടാ. അങ്ങനെ ഓരോ വിഭാഗത്തിൻ്റെ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചില എതിർപ്പുകളും വിമർശനങ്ങളും പരിഹാസങ്ങളൊക്കെ ആയി നടക്കുക, പരസ്പര ശത്രുത വെക്കുക. അങ്ങനെ ശത്രുത വെക്കുന്നവർക്ക് അള്ളാഹുവിൻ്റെ ഈ അനുഗ്രഹങ്ങളും ബറക്കത്തൊന്നും ലഭിക്കുകയില്ല. അള്ളാഹു നമ്മളെല്ലാം കാത്തുരക്ഷിക്കുമാറാവട്ടെ. മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം ഷിർക്ക് ചെയ്യുന്നവർ. ഇപ്പോൾ ഷിർക്ക് ഇങ്ങനെ പല രൂപത്തിലിങ്ങനെ വ്യാപകമായിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഷിർക്കിനെ കുറിച്ച് കൃത്യമായി ഒന്ന് പഠിക്കണം. നമുക്ക് നമ്മുടെ ഒരു വിശ്വാസമുണ്ട്, ആശയമുണ്ട്, ആദർശമുണ്ട്, അത് മുറുകെ പിടിക്കുക, അള്ളാഹുവിനനുസരിച്ച് ജീവിക്കുക, തഖ്വ ചെയ്യുക, അല്ലേ? അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളൊക്കെ പാലിക്കുക, വിരോധനകളിൽ നിന്നൊക്കെ മാറി നിൽക്കുക. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ ഇന്നത്തെ എല്ലാ അനുഗ്രഹങ്ങളും ബറക്കത്തും ലഭിക്കും. വളരെ ഗൗരവത്തോടു കൂടി ഇന്നത്തെ ഈ ദിവസത്തിൽ നമ്മൾ എന്തെങ്കിലും ആരോടെങ്കിലും തെറ്റോ പിണക്കമോ ഒക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് അള്ളാഹുവിലേക്ക് കരമുയർത്തിയാൽ റബ്ബ് നമുക്കെന്ത് ചെയ്യും? എല്ലാ അനുഗ്രഹം തരും. ഇന്ന് നമ്മുടെ മനസ്സിൽ ധാരാളം ആളുകളുടെ വെറുപ്പും വിദ്വേഷവും വൈരാഗ്യവും അസൂയയും ദേഷ്യവും കുശുമ്പും എല്ലാം നമ്മൾ മനസ്സിൽ വെച്ചിട്ട് അള്ളാഹു എനിക്ക് അത് തരണേ ഇത് തരണേ എന്ന് പറഞ്ഞ് ചോദിച്ചാൽ റബ്ബ് തരുമോ? അല്ലെങ്കിൽ എനിക്ക് അള്ളാഹു നീ പൊറുക്കണമെന്ന് പറഞ്ഞാൽ റബ്ബ് പുറത്തു തരുമോ? കാരണം നീ ആരോടും പൊറുക്കാൻ തയ്യാറല്ല. നീ നിൻ്റെ ഭാര്യയോട് പൊറുക്കാൻ തയ്യാറല്ല, നീ നിൻ്റെ ഭർത്താവിനോട് പൊറുക്കാൻ തയ്യാറല്ല, നീ നിൻ്റെ സഹോദരനോട് പൊറുക്കാൻ തയ്യാറല്ല, നീ നിൻ്റെ ജോലിക്കാരനോട് പൊറുക്കാൻ തയ്യാറല്ല. നീ അവരോടൊന്നും പൊറുക്കാതെ, അവരോടൊന്നും നല്ല രൂപത്തിൽ പെരുമാറാതെ നിന്നോടെങ്ങനെ അള്ളാഹു നല്ല രൂപത്തിൽ പെരുമാറും? അതുകൊണ്ട് അത് കൃത്യമായി മനസ്സിലാക്കി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിച്ച് വിരോധനകളിൽ നിന്നൊക്കെ മാറി നിന്ന് കൂടുതൽ സുഹൃതങ്ങൾ ചെയ്യാനും നന്മ ചെയ്യാനും ഈ ദിവസങ്ങളിൽ ശ്രദ്ധിക്കണം. അള്ളാഹു നമുക്ക് തൗഫീക്ക് തരുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഇറങ്ങുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ ധാരാളം അനുഗ്രഹങ്ങൾ ലഭിച്ചവരിൽ അള്ളാഹു നമ്മെ വരെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. 3 യാസീൻ അസറിന് ശേഷവും അതുപോലെ മഗ്‌രിബിന് ശേഷമൊക്കെ ഓതാന്ന് പറഞ്ഞ മഹാന്മാരുണ്ട്. ഇർഷാദിയെ വെച്ച് ഇൻഷാ അല്ലാഹ് അസറിന് ശേഷം 3 യാസീൻ ഓതി ദുആ ചെയ്യും. എല്ലാ ദിവസവും ഇർഷാദിയിലേക്ക് ധാരാളം ആളുകൾ നമ്മുടെ വീഡിയോ കാണുന്നവർ, നമ്മുടെ ഓൺലൈൻ മജ്‌ലിസ് രാവിലെയും വൈകിട്ട് നടക്കുന്ന സദസ്സിൽ പങ്കെടുക്കുന്നവരുണ്ട്. അവർക്കൊക്കെ വേണ്ടി ഇൻഷാ അല്ലാഹ് പ്രത്യേകം ദുആ ചെയ്യും. അള്ളാഹു നമുക്ക് സമാധാനം തരട്ടെ, ഖൈറ് തരട്ടെ, ബറക്കത്ത് ചെയ്യട്ടെ. പരസ്പര സ്നേഹവും സന്തോഷവും ഐക്യവും ഒരുമയൊക്കെ അള്ളാഹു തരട്ടെ. ഇനി ഒരാളോട് നമ്മൾ പിണങ്ങിയിരിക്കുക, നമ്മളെന്താ ചെയ്യേണ്ടത്? നമ്മൾ അവരോട് പിണക്കം മാറ്റാൻ വേണ്ടി അങ്ങോട്ടൊന്ന് സലാം പറയാം. അസ്സലാമു അലൈക്കും, സുഖമല്ലേ, ബറാഅത്തിൻ്റെ ദിവസമാണ്, എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് പൊരുത്തപ്പെട്ട് തരണേ, ഒന്ന് ഫോൺ വിളിച്ച് പറയാൻ പറ്റുമെങ്കിൽ ഞാൻ പറയാം. ഇല്ലെങ്കിൽ ഒരു മെസ്സേജ് അയക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് മെസ്സേജ് അയക്കാം. അപ്പോൾ അപ്പുറത്തുള്ളവന് അള്ളാഹു തആല ഹിദായത്തും തൗഫീക്കും അവസരം കൊടുത്തിട്ടുണ്ടെങ്കിൽ അവൻ പുറത്തു തരട്ടെ. ഇല്ല, അങ്ങനൊന്നും ഞാൻ പുറത്തു തരാൻ ഉദ്ദേശിക്കുന്നില്ല, നിന്നെ ഞാൻ ആഖിറത്തിൽ നിന്ന് കണ്ടോളാം. നമ്മുടെ കാര്യം കഴിഞ്ഞു, നമ്മൾ ചോദിക്കേണ്ടത് ചോദിച്ചു, പിന്നെ അവൻ ഇഷ്ടമുണ്ടെങ്കിൽ പുറത്ത് വന്നോട്ടെ. പക്ഷേ നമ്മളിങ്ങനെ ഒരാളോട് ചോദിച്ചല്ലോ, നമ്മളൊരാളോട് പിണങ്ങിയിരിക്കുന്ന ഒരാളോട് മിണ്ടാൻ മനസ്സ് കാണിച്ചല്ലോ, അപ്പോൾ റബ്ബിൻ്റെ ഭാഗത്ത് നമുക്ക് ധാരാളം അനുഗ്രഹം കിട്ടാൻ കാരണം അള്ളാഹു നമുക്ക് ഐശ്വര്യം തരും, ബറക്കത്ത് തരും, സമാധാനം തരും, എല്ലാ അനുഗ്രഹങ്ങളും തരാൻ കാരണവും. പിന്നെ ഒരാൾ തെറ്റി നിൽക്കുന്ന ഒരാളോട് അങ്ങോട്ട് സലാം പറഞ്ഞ് ആ തെറ്റ് മാറ്റാൻ വേണ്ടി ഒന്ന് പരിശ്രമിച്ച കാരണം അള്ളാഹു നിങ്ങൾക്ക് ധാരാളം അനുഗ്രഹം ഇങ്ങോട്ട് തരും, ബറക്കത്ത് തരും. അള്ളാഹു നമുക്ക് സമാധാനം തരട്ടെ, ഖൈറ് തരട്ടെ. എല്ലാ ദിവസവും നമ്മുടെ മജ്‌ലിസ് കാണുന്നവരുണ്ട്, നീറുന്ന 100 പ്രശ്നങ്ങൾ പറഞ്ഞ് ഇവിടെ വരുന്നവരുണ്ട്. കുടുംബത്തിൽ കലഹങ്ങൾ പറഞ്ഞവർ, സിഹർ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, അങ്ങനെ പല ജോലിയുടെ പ്രശ്നം പറഞ്ഞു വരുന്നവർ, അതുപോലെ സ്ഥലം വിറ്റുപോകാൻ ആവശ്യമായി, അങ്ങനെ പല ആവശ്യങ്ങളൊക്കെ പറഞ്ഞ് ഇവിടെ വരുന്നവരുണ്ട്. അവരുടെ എല്ലാ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളൊക്കെ മാറാൻ വേണ്ടി നമ്മൾ എല്ലാ ദിവസവും ഇവിടെ ബദരിയത്തിൽ ദുആ ചെയ്യും. രാവിലെ വൈകിട്ട് സലാത്തുൽ കുബ്രയും ബുർദയൊക്കെ ചൊല്ലി ദുആ ചെയ്യും. അതിൻ്റെയൊക്കെ വാർഷികം ഈ വരുന്ന മാർച്ച് 16-ാം തീയതി നടക്കാം. അപ്പോൾ ഈ മജ്‌ലിസ് കാണുന്നവർ, ഈ വീഡിയോ കാണുന്നവർ, നിങ്ങൾ എന്ത് ചെയ്യുക? പരമാവധി സൂറത്ത് യാസീൻ ഓതുക. ഒരു കുടുംബത്തിൽ നിന്നൊരു വീട്ടിൽ നിന്നൊരു 313 യാസീൻ ഇൻഷാ അല്ലാഹ് 10-30 ദിവസം കൊണ്ട് ഓതി തീർത്താൽ നമുക്ക് ഇൻഷാ അല്ലാഹ് സദസ്സിൽ ദുആ ചെയ്യാം. അതുപോലെ ദിക്റും സലാത്തുകളൊക്കെ ചെല്ലുക. പരിശുദ്ധമായ ഒരു ഖുർആൻ കൂടുതൽ ഓതേണ്ട സമയമാണല്ലോ, ഖുർആനിൻ്റെ മാസമാണല്ലോ കടന്നു വരുന്നത്. ഒരു ഖത്മ് തീർക്കുക ഇൻഷാ അല്ലാഹ്. അതൊക്കെ നമുക്ക് മുൻനിർത്തി അള്ളാഹിനോട് ദുആ ചെയ്യാം. നിങ്ങളുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ അള്ളാഹു മാറ്റിത്തരും. നീറുന്ന 100 പ്രശ്നങ്ങൾ പറഞ്ഞു വന്നവർ, മക്കളില്ലാതെ പ്രയാസപ്പെട്ട് ഇവിടെ ദുആ ചെയ്യാൻ പറഞ്ഞവർ അൽഹംദുലില്ലാഹ് സന്തോഷം അറിയിച്ചിട്ടുണ്ട്. ധാരാളം ആളുകൾ ലൈവ് കാണുന്നവരുണ്ട്, മജ്‌ലിസ് കാണുന്നവരുണ്ട്. അവർക്ക് ഈ മജ്‌ലിസിൽ നിന്ന് ധാരാളം അത്ഭുതങ്ങളും സന്തോഷങ്ങളും ബറക്കത്തും ഐശ്വര്യം അവർക്ക് ലഭിച്ചിട്ടുണ്ട്. അള്ളാഹു ഖൈർ തരട്ടെ, ബറക്കത്ത് ചെയ്യട്ടെ. ഇന്നത്തെ ദിവസം വലിയ അശുദ്ധി കൊണ്ട് മറ്റൊക്കെ ഖുർആൻ ഓതാൻ പറ്റാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ ദിക്ർ ചൊല്ലുക, സലാത്തില്ല. അപ്പോൾ അള്ളാഹു തആല കൂടുതൽ ഐശ്വര്യവും ബറക്കത്തും നമുക്ക് തരും. ഇതിൽ വിഷമിക്കൊന്നും വേണ്ട. അത് നമ്മുടെ ശാരീരികമായ ഒരു അവസ്ഥയിലുള്ള പ്രശ്നമല്ലേ, നമ്മൾ കാരണം
ഉണ്ടാക്കിയതല്ലല്ലോ. അപ്പോൾ നമ്മൾ ദിക്ർ ചൊല്ലുക, സ്വലാത്തിൽ അള്ളാഹിനോട് ദുആ ചെയ്യുക, ഇന്നത്തെ അനുഗ്രഹങ്ങളൊക്കെ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക. അള്ളാഹു നമ്മുടെ എല്ലാവിധ അനുഗ്രഹങ്ങളും തന്ന്, എല്ലാവിധ ഐശ്വര്യവും ബറക്കത്തും തന്ന്, സമാധാനവും സന്തോഷവും അള്ളാഹു നമുക്ക് തന്ന് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകളെല്ലാം അള്ളാഹു മാറ്റി തരുമാറാവട്ടെ. കൂടുതൽ സുഹൃതങ്ങൾ ചെയ്ത്, നന്മകൾ ചെയ്ത് വിജയിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. നമ്മുടെ ഈ സ്ഥാപനത്തെ സഹായിക്കുന്നവരുണ്ട്, സഹകരിക്കുന്നവരുണ്ട്, എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ സംഖ്യകൾ മാറ്റി വെക്കുന്നവരുണ്ട്. ഈ വർഷം മുഴുവൻ ബറക്കത്തുണ്ടാവാൻ വേണ്ടി ബറാഅത്തിൻ്റെ ദിവസത്തിൽ ദാനധർമ്മം ചെയ്യുന്നവരുണ്ട്, അതുപോലെ ഭക്ഷണം കൊടുക്കുന്നവരുണ്ട്, ഈ സ്ഥാപനത്തിലേക്ക് തന്നവരുണ്ട്, നോമ്പുതുറ അടക്കം കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്തവരുണ്ട്. അള്ളാഹു നീ എല്ലാവർക്കും ബറക്കത്ത് ചെയ്യണേ അല്ലാ, സമാധാനം നൽകണേ അല്ലാ. ഈ മുറാദുകൾ, എന്തൊക്കെ മുറാദുകളുണ്ടോ, എന്തൊക്കെ ഉദ്ദേശങ്ങളുണ്ട്, അതെല്ലാം നീ പൂർത്തീകരിക്കണമല്ല. ഈ മജ്ലിസ് കാണുന്ന, കേൾക്കുന്ന എല്ലാവർക്കും നീ സമാധാനവും സന്തോഷവും നൽകണേ അല്ല. ബറാഅത്ത് രാവിൽ നീ നൽകാമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുള്ള എല്ലാ ഖൈറും ബറക്കത്തും അനുഗ്രഹങ്ങളും നീ ഔദാര്യമായി തന്ന് എല്ലാ പ്രയാസങ്ങളിൽ നിന്ന്, പരീക്ഷണങ്ങളിൽ നിന്ന്, ബുദ്ധിമുട്ടുകളിൽ നിന്ന് ഞങ്ങളെല്ലാം നീ കാക്കണേ അല്ല. ഇരുലോക വിജയം തന്ന് അനുഗ്രഹിക്കണേ അല്ല. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.